ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ദുബായ് എയർപോർട്ടിന് നേരെ, അതുപോലെ തന്നെ അബുദാബി എയർപോർട്ടിന് നേരെ, ഖത്തറിന് നേരെയൊക്കെ ഇറാൻ വീണ്ടും ഇന്ന് വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ദുബായ് എയർപോർട്ടിൽ വലിയ തീപിടുത്താണ് മിനിറ്റുകൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $100 പെർ ബാരലിൽ നിന്ന് $105 പെർ ബാരലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വീണ്ടും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾക്കൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വളരെ ക്ലോസ്ലി ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ വാച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാനുള്ളൊരു ഡിസിഷൻ മാത്രം എടുത്താൽ മതി. കാരണം മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആണ് മാർച്ച് 31. 1.2 lakh crore മാർജിൻ ഫണ്ടിങ് പൊസിഷൻസ് ഒക്കെ ഉണ്ട് വിവിധ ബ്രോക്കേഴ്സിൻ്റെ അക്കൗണ്ടുകളിൽ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാർജിൻ ഫണ്ടിങ് അക്കൗണ്ടുകൾ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. നിഫ്റ്റിയും സെൻസസും വീണ്ടും താഴെ പോയേക്കാം. അതുകൊണ്ട് തന്നെ വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് മോർണിംഗിൽ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കാണ്. $5006 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവറും വീക്കാണ്. $79.5 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അലുമിനിയം സ്ലൈറ്റ്ലി ബെറ്ററാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓറിയോൺ പ്രോ പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ IFCI NSE IPO റിലേറ്റഡ് പോസിറ്റീവ് ഇമ്പാക്റ്റ് IFCIക്ക് കിട്ടിയേക്കാം. അതുപോലെ തന്നെ വാരി റിന്യൂവബിൾ എനർജീസ് നല്ലൊരു കമ്പനിയാണ്. വാരി എനർജീസ്, ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ലോസ് ഉണ്ട്. ബേജൽ പ്രൊജക്ട്സ് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്, ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയൽടെൽ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വാട്ടക് വാബാഗ് 1000 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അഡാനി ടോട്ടൽ ഗ്യാസ് അവരുടെ നാച്ചുറൽ ഗ്യാസ് പ്രൈസ് മുമ്പ് ഇൻക്രീസ് ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഇൻക്രീസാണ് നടത്തിയിരുന്നത്. അത് കുറച്ചിട്ടുണ്ട്. 119.9 രൂപ പെർ സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിൽ നിന്ന് 82.95 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ അഡാനി പവർ വലിയൊരു ഓർഡർ ബാഗ് ചെയ്തിട്ട് മഹാരാഷ്ട്രയിൽ നിന്നാണ് 1600 മെഗാവാട്ട് പവർ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഒരു ഓർഡറാണ്. 25 വർഷത്തേക്കുള്ള പവർ പർച്ചേസ് അഗ്രിമെൻറ്റും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. അഡാനി പവറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റുകളിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ CG പവർ ഉണ്ട്. അതുപോലെ തന്നെ ABB, സീമൻസ് എനർജി, ഹണിവെൽ ഇന്റർനാഷണൽ, LNT, സോളാർ ഇൻഡസ്ട്രീസ്, ഹിറ്റാച്ചി എനർജി, വാരി എനർജി, വാരി റിന്യൂവബിൾ ടെക്നോളജീസ്, ഡാറ്റ പാറ്റേൺസും ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ലോവർ ലെവലിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഈ സ്റ്റോക്കുകളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട തന്ത്രം മാർക്കറ്റ് താഴെ വരുമ്പോൾ മാത്രം ഘട്ടമായിട്ട് ലോങ് ടൈമിലേക്ക് വാങ്ങാനുള്ളൊരു ഡിസിഷൻ മാത്രം എടുത്താൽ മതി. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എത്രത്തോളം വഷളാവുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. ഓൾറെഡി 18ാമത്തെ ദിവസമാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കണ്ടിന്യൂ ചെയ്തത്. തീർച്ചയായിട്ടും ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. വലിയ രീതിയിൽ സംഘർഷം വീണ്ടും വഷളാവുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ $150 പെർ ബാരൽ, $200 പെർ ബാരലിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്. മറിച്ച് ഇമ്മീഡിയറ്റ് ഒരു സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മൈനർ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ലഭിച്ചേക്കാം. എന്നിരുന്നാലും ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡാമേജിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ദിവസങ്ങളെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള അപ്വേർഡ് മൊമെൻ്റ് ഒന്നും തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ക്ലോസ്ലി വാച്ച് ചെയ്യുക ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഘട്ടമായിട്ട് വാങ്ങാനുള്ളൊരു ഡിസിഷൻ മാത്രം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.